നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മിയമ്മ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കൊച്ചു കൊച്ചു വിഷയങ്ങളാണ്. എപ്പോഴും നമ്മളുടെ അടുത്ത് വരുന്ന സ്ത്രീകൾക്ക് അവർ നമ്മളോട് ചോദിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടികൾ ആണ് ഞാൻ വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പലപ്പോഴും 40 വയസ്സ് കഴിഞ്ഞ് സ്ത്രീകൾ നമ്മളുടെ അടുത്ത് അമിത രക്തസ്രാവമായിട്ട് വരുമ്പോൾ നമ്മൾ പറയും ഒരു സ്കാൻ ചെയ്ത് നോക്കണം. അപ്പോൾ അവർ ചോദിക്കും, ഉള്ളു നോക്കിയല്ലോ ഡോക്ടറെ, ഇനി സ്കാൻ വേണോ എന്നുള്ളത്. അപ്പോൾ അത് എന്തിനാണ് സ്കാൻ? 40 വയസ്സ് കഴിഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു സ്കാൻ നോക്കണം എന്ന് പറയും. ഒന്ന്, നമുക്ക് പല കാര്യങ്ങളും സ്കാനിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മുടെ കൈക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ചിലപ്പോൾ സ്കാനിലൂടെ നമ്മൾ കണ്ടുപിടിച്ചെന്ന് വരാം. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൻ്റെ സൈസ് അല്ലെങ്കിൽ മുഴ, ഇതൊക്കെ നമുക്ക് കൈവച്ച് പരിശോധിച്ച് അറിയാൻ പറ്റുമെങ്കിലും ഗർഭപാത്രത്തിൻ്റെ അകത്തുള്ള പാടയുടെ കട്ടി നമുക്ക് കൈവച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ സാധാരണ സൈസുള്ള ഗർഭപാത്രമാണെങ്കിലും ചിലപ്പോൾ അതിനകത്ത് പാടയ്ക്ക് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ ഈ പാടയ്ക്ക് കട്ടി കൂടുന്നത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ അതിപ്രസരം കൊണ്ടാണ്. അതായത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ അധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമ്പോഴാണ് ഈ പാടയ്ക്ക് കട്ടി കൂടുന്നത്. അപ്പോൾ അതിനെന്താ പ്രശ്നം? പാടയ്ക്ക് കട്ടി കൂടിക്കഴിഞ്ഞാൽ ആ ഈസ്ട്രജൻ്റെ ഇഫക്റ്റിൽ കോശങ്ങൾ വളരെ വലുതാവും. ഒരു സ്റ്റേജ് എത്തുമ്പോൾ കോശങ്ങളിൽ ക്യാൻസറിൻ്റെ വ്യതിയാനങ്ങളും വന്നുകൂടും. ഇതിനെയാണ് നമ്മൾ എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ക്യാൻസർ ആകുന്നതിന് മുമ്പ് പല പല സ്റ്റേജുകളുണ്ട്. അതായത് കോശങ്ങൾ വലുതായിട്ടിരിക്കുന്ന സ്റ്റേജ് എൻഡോമെട്രിയൽ ഹൈപ്പോപ്ലേസിയ, അതിനകത്ത് ക്യാൻസർ അല്ലാത്ത എന്നാൽ ക്യാൻസറിലേക്ക് നയിക്കാവുന്ന വ്യതിയാനങ്ങൾ വരാം. അതിനെ ഏറ്റിപ്പിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഗർഭപാത്രം എടുത്ത് കളയുക പോലും വേണ്ട. പലപ്പോഴും നമുക്ക് എന്തുകൊണ്ടാണ് ആ ഗർഭപാത്രത്തിനകത്തുള്ള എൻഡോമെട്രിയം എന്ന് പറയുന്ന പാട കട്ടി കൂടുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ബയോപ്സി തന്നെ ചെയ്യണം. ആ ബയോപ്സി ചെയ്യണമെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ടിനകത്തു നിന്ന് കട്ടി കൂടുതലാണെന്ന് മനസ്സിലാക്കണം. ബയോപ്സി ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് എന്ത് വ്യതിയാനമാണോ നമ്മൾ കാണുന്നത്, എൻഡോമെട്രിയൽ ഹൈപ്പോപ്ലേസിയ ആണോ, ഹൈപ്പർപ്ലേസിയ വിത്ത് ഏറ്റിപ്പിയ ആണോ, ഇതൊക്കെ നോക്കിയിട്ട് ക്യാൻസറിലോട്ടുള്ള പോക്ക് നമുക്ക് തടയാൻ പറ്റും. മരുന്നുകൾ കൊണ്ടും തടയാൻ പറ്റും. കൊച്ചു കൊച്ചു വേറെ കാര്യങ്ങൾ, അതായത് നമുക്ക് രാവിലെ വന്ന് വൈകുന്നേരം പോകാൻ തക്കവണ്ണമുള്ള ചികിത്സ കൊണ്ടും നമുക്ക് തടയാൻ പറ്റും. ഈ ചികിത്സകളെ പറ്റി ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഒരു DNC ചെയ്യണമെന്ന് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സമ്മതിക്കുക തന്നെ വേണം. നന്ദി, നമസ്കാരം.